Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ മൂത്തേടം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. PV അൻവർ MLA, നിലമ്പൂർ നോർത്ത് സൗത്ത് DFOമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ചീനിക്കുന്നിലെ ജനവാസ കേന്ദ്രത്തിലെത്തിയ കാട്ടുകൊമ്പൻ വൈദ്യുതാഘാതമേറ്റ് ചരിഞ്ഞിരുന്നു. സംഭവസ്ഥലത്തെത്തിയ വനം ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് നാട്ടുകാർ ഉയർത്തിയത്. ഈ സാഹചര്യത്തിലാണ് ശാശ്വത പരിഹാരം കാണാൻ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിന് പുറമെ വന്യമൃഗങ്ങൾ ഇപ്പോൾ മനുഷ്യജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. പകൽ സമയങ്ങളിൽ പോലും കാട്ടാനകളെ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് മേഖലയിലെ ജനങ്ങൾ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും വന്യജീവികളിൽ നിന്നും പൂർണ്ണ സംരക്ഷണം നൽകാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് സാധിക്കാത്തത് യോഗത്തിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിനിടയാക്കി. ജനപ്രതിനിധികളെയും രാഷ്ട്രീയ നേതാക്കളെയും നാട്ടുകാരെയും പൂർണ്ണമായും അവഗണിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ജീവനക്കാർ വനം വകുപ്പിലുണ്ടെന്നും അത്തരം ആളുകൾ വനം വകുപ്പിന്റെ ശാപമെന്നും പറഞ്ഞ PV അൻവർ MLA ജനങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് രമ്യമായി പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്നും കൂട്ടിച്ചേർത്തു. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ നിലമ്പൂർ സൗത്ത് ഡിവിഷന് കീഴിലെ കരുളായി റേഞ്ചിൽ മാത്രം 23.25 കിലോമീറ്റർ ദൂരത്തിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കാൻ 1.85 കോടി രൂപ വകയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും തുടർ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഫോറസ്റ്റ് ഓഫീസർമാർക്ക് അവർക്കൊരു ജനകീയ സ്വഭാവം ഉണ്ടായിരിക്കണം. അത് 2 DFOമാർ ഇവിടെ ഉണ്ട്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അതിന് പഴി കേൾക്കേണ്ടി വരുന്നതും അതിന്റെ പ്രത്യാഘാതം കേൾക്കേണ്ടി വരുന്നതും സീനിയർ ഓഫീസേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് ദയവായി ആ വിഷയത്തിൽ നിങ്ങളുടെ കർശനമായ ഇടപെടൽ ഉണ്ടാവണം. പിന്നെ ഇപ്പോൾ ഉണ്ടായ വിഷയം, ഇപ്പോൾ റേഞ്ചർ പറഞ്ഞത് അവരുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു, അല്ലാതെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താ നമുക്ക് നോക്കാം. എന്തായിരുന്നാലും ഇത്തരം വിഷയങ്ങൾ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ഇരിക്കുമ്പോൾ തന്നെ ആ ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ ഇവനി പഴി കേൾക്കേണ്ടി വന്നപ്പോ എന്താ ഇപ്പൊ ഈ ബഹളം ഉണ്ടായത് എന്തുകൊണ്ടാണ്? നമ്മൾ പൊതുവായ വിഷയം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഉദ്യോഗസ്ഥരെയൊക്കെ മറികടന്നിട്ട് ഈ പറയുന്ന ഓഫീസർ തന്നെയായിരിക്കും ഇവിടെ 3 ലോക്കേഴ്സ് വന്ന് എന്ന് പറഞ്ഞവൻ തന്നെ ആയിരിക്കും അവിടെ പോയിട്ടുണ്ടാവുക. അപ്പൊ അവന്റെ ഉദ്ദേശം എന്താ? ഈ മനുഷ്യനെ വീണ്ടും ഈ സർക്കാരിനും ഫോറസ്റ്റിനും എതിരാക്കണമെന്ന്. അപ്പൊ ഇങ്ങനെ ദുരുദ്ദേശത്തോട് കൂടിയിട്ട് നിൽക്കുന്നവരുണ്ടാവും. അതിന് നമ്മൾ എല്ലാവർക്കും കൂടി ആ ഒരു മാർക്ക് നമ്മൾ ഇടണ്ട. നമ്മൾ ഈ വിഷയത്തിൽ ഇവിടെ ഒരു രാഷ്ട്രീയവും ഇല്ല. ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ആന കടന്നു വരാതിരിക്കാൻ നോക്കേണ്ട ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കാണ്. പ്രദേശത്ത് രാത്രികാല പട്രോളിംഗ് ശക്തിപ്പെടുത്തുമെന്നും ആന വാച്ചർമാരുടെ സേവനം ഉറപ്പാക്കുമെന്നും നോർത്ത് സൗത്ത് DFOമാർ ഉറപ്പു നൽകി. മാസം തോറും ജാഗ്രതാ സമിതികൾ ചേർന്ന് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. ജനങ്ങളുടെ സഹകരണത്തോടെ വന്യമൃഗശല്യം തടയും. തകർന്ന കരിങ്കൽ ഭിത്തികൾ പുനർനിർമ്മിക്കും. സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നും DFOമാർ പറഞ്ഞു. അതേസമയം ഇത്തരം യോഗങ്ങൾ പലതവണ നടന്നിട്ടുണ്ടെന്നും തീരുമാനങ്ങൾ നടപ്പിലാവാറില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. സ്ഥിരമായിട്ട് ശല്യം ഉണ്ടാക്കുന്ന ആ ആനയെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുങ്കിയാനകളെ കൊടുത്തിട്ട് ആ ആനയെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു പറയും. ആ ആനയെയാണ് ഈ ചീനക്കുന്നിൽ ഇപ്പൊ ചെരിഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആന ഒരുപാട് വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് നാടൻ പ്രദേശത്തൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരമായിട്ട് ആ ആനയാണ് ആനയെ ഇവിടുന്ന് കുങ്കിയാനകളെ കൊണ്ടുപോകുന്നു മാറ്റി ഇവിടുന്ന് മാറ്റാനുള്ള സംവിധാനം ചെയ്യുന്നു പറഞ്ഞു. അത് ചെയ്തില്ല. നൈറ്റ് വാച്ചർമാരെ വെക്കുമെന്ന് പറഞ്ഞു. നൈറ്റ് വാച്ചർമാരെ വെച്ചില്ല. ഫോറസ്റ്റും നാടുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രദേശങ്ങളുടെ അടിക്കാട് വെട്ടി ഒഴിവാക്കുമെന്ന് പറഞ്ഞു. ആ കാര്യങ്ങൾ ചെയ്തില്ല. അങ്ങനെ ഒരു കാര്യങ്ങളും നിങ്ങൾ അന്നെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കിയില്ല. പിന്നെ അന്ന് നിങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, 2 കോടി രൂപ പാസ്സായിട്ടുണ്ട്. എന്തിനാണ് ഇപ്പൊ കൽക്കുളത്തുനിന്ന് ഈ താന്നിപ്പട്ടി വരെ മതിൽ കെട്ടിയിട്ടുണ്ട്. അവിടുന്ന് കല്ലേന്തോട് വരെ പാലങ്കര വരെ മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് 2 കോടി രൂപ അന്ന് പാസ്സാക്കിയിട്ടുണ്ട് മതിൽ കെട്ടാൻ. അത് ഊരാളുകൾ സൊസൈറ്റിയാണ് എടുത്തിട്ടുള്ളത്. ടെൻഡറെല്ലാം കഴിഞ്ഞു. ആ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞത്. ആ 2 കോടി എവിടെ പോയി എന്ന് പിന്നെ ഒരു പിടുത്തമില്ല. പ്രസിഡന്റ് P. ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ ജസ്മൽ പുതിയറ, AT റെജി, നോർത്ത് DFO D. കാർത്തിക്, സൗത്ത് DFO ധനിക് ലാൽ, കരുളായി റേഞ്ച് ഓഫീസർ PK മുജീബ് റഹ്മാൻ, വിവിധ കക്ഷി പ്രതിനിധികളായ AP അനിൽ, VP അബ്ദുൽ ജലീൽ, P. അഷ്റഫ്, ടോമി, ദീപു, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി D. നൌഷാദ് അലി, മറ്റു ജനപ്രതിനിധികൾ, കർഷകർ, നാട്ടുകാർ എന്നിവർ സംബന്ധിച്ചു.